90 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചില ആൾക്കാർ വെയിറ്റ് കുറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞത്, അല്ലെങ്കിൽ നീ എന്താ ഫുഡ് കഴിക്കാത്തെന്ന് ചോദിക്കും. അതേസമയം തടിയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എന്താ പറയും, അവർ വാരി വലിച്ച് തിന്നിട്ടാന്നേ, അല്ലെങ്കിൽ അവർ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാ, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ തടി വെക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് റീസൺ? നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്താ തടി വെക്കുന്നത്, നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക, അല്ലെങ്കിൽ നീ ഒന്ന് ഡയറ്റീഷ്യനെ പോയി കൺസൾട്ട് ചെയ്യും, നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കുറ്റം പറയാൻ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് തടി വെക്കുന്ന കുറച്ച് റീസൺസ് നോക്കാം. മെയിൻ ആയിട്ടുള്ള റീസൺ ആണോ, നമ്പർ 1 എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടർ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് അതിന് കൺസ്യൂം ചെയ്തില്ലെങ്കിൽ നമുക്ക് തടി വെക്കാനുള്ള റീസൺ ആണ്. രണ്ടാമത് നമ്പർ 2 എന്ന് പറയുന്നത് ഏജ് ആണ്. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ലെവൽ ലോ ആവും. അതുകൊണ്ട് നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ കുറഞ്ഞാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 3 എന്ന് പറയുന്നത് ജെനറ്റിക് ആണ് കേട്ടോ. അത് അച്ഛനും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഡയറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അത് റാൻഡം ചില ആൾക്കാരിലേ ഉള്ളൂ. നമ്പർ 4 എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. അതായത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ആയിക്കോട്ടെ, ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, എനിക്ക് ടെൻഷൻ ആകുമ്പോൾ ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കും. ഞാനും അങ്ങനെ ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്പർ 4 എന്ന് പറയുന്നത് അതാണ്. നമ്പർ 5 എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. അതായത് മെയിലാണല്ലോ കൂടുതൽ സ്മോക്ക് ചെയ്യുക. ക്വിറ്റിംഗ് സ്മോക്കിംഗ്, പെട്ടെന്ന് ഒരു ദിവസം സ്മോക്ക് ചെയ്യുന്നത് നിർത്തുന്നത് കൊണ്ട് അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങളൊരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് ഉണ്ടാവട്ടെ. ബൈ.